കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BSc ഫിസിക്സ് 6th സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 3 പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കോർ ഫിസിക്സിൽ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പേപ്പർ എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ആൻഡ് ആസ്ട്രോഫിസിക്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള പേപ്പറിലൊക്കെ ചെയ്ത പോലെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിലേറ്റീവ് മെക്കാനിക്സ് ആൻഡ് ആസ്ട്രോഫിസിക്സിൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. അപ്പോൾ നിങ്ങളിത് ഓൾറെഡി പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുള്ളതായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് മൈക്കിൾസൺ ആൻഡ് മോർലി എക്സ്പെരിമെൻറ്റ്. ഇതെന്താണ്? ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പ്രീവിയസ് ഇയറിൽ essay പാർട്ടിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് ഇത് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെയാണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, നമ്മൾ ഇത് ഹൈപ്പോത്തിസിസ് ഒക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ്, എന്തായിരുന്നു അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? മൈക്കിൾസൺ മോർലി പഠിക്കുന്ന സമയത്ത് പഠിച്ചു വെക്കണം കേട്ടോ. ആ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്പെരിമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കാം. അതേപോലെ ആ എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത് അതും ചോദിക്കാം. അപ്പോൾ ഇത് എന്ത് ചെയ്യാച്ചിട്ട് 2 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. ഇത് എന്ത് ചെയ്യാം? 2 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം, ആൻഡ് എസ്സേയിൽ ചോദിക്കാം. ഒരു തവണ എസ്സേയിൽ ചോദിച്ചാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷനും ആൻഡ് എങ്ങനെയാണ് വെലോസിറ്റി അഡീഷൻ ചെയ്യുന്നത്, അപ്പോൾ അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ആൻഡ് വേറൊരു 5 മാർക്കിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ ഈ 2 ട്രാൻസ്ഫോർമേഷൻ ഗലീലിയനും ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് തമ്മിൽ ഡിഫർ ചെയ്യുന്നത്, ഓക്കെ, എന്താണ് എക്സ്ട്രാ ആയിട്ട് ലോറൻസിലുള്ളത്. അപ്പോൾ ഇതും കൂടി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് STR. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഇയറിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് നിർബന്ധമായിട്ടും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും ഈ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് STR പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും പോസ്റ്റ്ലേറ്റ്സ് എന്താണെന്നുള്ളത്. എന്ത് ചെയ്യും? ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈം ഡയലേഷൻ ആൻഡ് ലെങ്ത് കോൺട്രാക്ഷൻ. ഈ ടൈം ഡയലേഷനോ ലെങ്ത് കോൺട്രാക്ഷനോ ഒന്നും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കേണ്ടാവില്ല കേട്ടോ. എന്തായിരിക്കും ചോദിക്കുക? ഇതുപോലെ ആയിരിക്കും. അതായത് ഒരു ഫാസ്റ്റ് മൂവിങ് ക്ലോക്ക് എന്തുകൊണ്ടാണ് വൈ ഇറ്റ്സ് ടിക് സ്ലോവർ, എന്തുകൊണ്ടാണ് മെല്ലെ അതിൻ്റെ ഡയൽ കറങ്ങുന്നത്. ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക? ഈ ലെങ്ത് കോൺട്രാക്ഷൻ ആൻഡ് ടൈം ഡയലേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഇത് റിലേറ്റഡ് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ പ്രോബ്ലംസ് കൂടെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടും പഠിച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ എന്താ കാര്യം എന്ന് പഠിക്കുക, അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക, ആൻഡ് അത് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം വന്നാൽ അത് ചെയ്യാനും കൂടി എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റിവിസ്റ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം. അപ്പോൾ എന്ത് ചെയ്യുക? ഇതും എന്ത് ചെയ്യാം? ചിലപ്പോൾ എന്ത് ചെയ്യാം? എസ്സേയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റിലേറ്റിവിസ്റ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം റിലേറ്റ് ചെയ്തിട്ട് ഒരു essay ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. എന്തെങ്കിലും ഒരു കൂടെ ചോദിക്കാം. നമ്മുടെ 2 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ എന്ത് ചെയ്യാം? ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതും കൂടി എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ജനറൽ റിലേറ്റിവിറ്റി ആൻഡ് കോസ്മോളജി. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു? ആസ്ട്രോഫിസിക്സിലേക്ക് കടക്കുകയാണ് രണ്ടാമത്തെ മൊഡ്യൂൾ തൊട്ട്. ആസ്ട്രോഫിസിക്സിൻ്റെ ലെക്ചേഴ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ലൈവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈവിലും എന്താ ഈ പരത്തി പറയാതെ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസൈസ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ലൈവ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരു എക്സാം പുൾ ഓഫ് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട്? നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ GTR എന്താണ്? ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് ചോദിക്കാം. ആൻഡ് അതിൽ റിപ്പീറ്റഡ് ചോദിച്ചുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലൻസ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എവ്രി ഇയർ എന്ത് ചെയ്തിട്ടുണ്ട്? എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയറിലും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. അപ്പോൾ എന്ത് ചെയ്യുക? പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലൻസ് പഠിക്കാതെ എക്സാമിന് നിങ്ങൾ പോകരുത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയണത് നമ്മുടെ ഹബിൾസ് ലോ. ഓക്കെ, യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു ലോ ആണ് ഹബിൾസ് ലോ എന്ന് പറയണത്. ഹബിൾസ് ലോ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് CMBR, അതായത് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. അതായത് യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ ആൻഡ് ബിഗ് ബാങ് തിയറി. ഓക്കെ, ബിഗ് ബാങ് തിയറി പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളായിരുന്നു. എന്താണ് CMBR ആൻഡ് എന്താണ് ഡാർക്ക് മാറ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? എന്താണ് CMBR എന്നും
എന്താണ് ഡാർക്ക് മാറ്റർ എന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഇത് 2 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ഇയറിൽ ഇപ്പോൾ 3 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 2 പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ ഒരു 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ് ബിഗ് ബാങ് തിയറി ആൻഡ് അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ എന്താണ്? അപ്പോൾ ബിഗ് ബാങ് തിയറി ഞാൻ ലൈവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഓരോ ടൈം സ്ലോട്ട് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ബിഗ് ബാങ് തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക, അത് കണ്ടിട്ട് എക്സാമിന് പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 2ാമത്തെ മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് പോവാം കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് ടൂൾസ് ഓഫ് ആസ്ട്രോണമി. ഓക്കെ, ഇത് താരതമ്യേന ഒരു ചെറിയ മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റെല്ലാർ പാരലാക്സ് ആൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ തന്നെ എന്ത് ചോദിക്കാം, എന്താണ് സ്റ്റെല്ലാർ പാരലാക്സ് എന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2 മാർക്കിനെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാം, ഒരു 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിന് സ്റ്റെല്ലാർ പാരലാക്സ് നിർബന്ധമായിട്ടും പഠിക്കണം. ആൻഡ് ഇത് എന്ത് ചെയ്യുക നമ്മൾ ഇത് എങ്ങനെയാണ് സ്റ്റെല്ലാർ പാരലാക്സും മെഷർ ചെയ്യണത്, ആൻഡ് എങ്ങനെയാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണത്, ആൻഡ് ഇതിന്റെ യൂണിറ്റ് എന്തായിരുന്നു, നമ്മൾ പാസക്കൊക്കെ പറഞ്ഞിട്ട് ലൈവിൽ ചെയ്തത് ഓർമ്മയുണ്ടോ? പാസക്കിലാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഡയഗ്രം ഉണ്ടായിരുന്നു, നമ്മൾ 6 മന്ത്സിന്റെ ഗ്യാപ്പിലാണ് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. ഒരു വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണത് വിത്ത് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ആൻഡ് 5 മാർക്കിനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, സ്റ്റെല്ലാർ പാരലാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതെന്ന് പറയുന്നത് ബ്രൈറ്റ്നസ്സും ലുമിനോസിറ്റിയും ഡിസ്റ്റൻസും ടെമ്പറേച്ചർ. ഓക്കെ, ഇത് എന്തൊക്കെയാ, ബ്രൈറ്റ്നസ് ആൻഡ് ലുമിനോസിറ്റി തമ്മിലുള്ള റിലേഷൻ ചോദിക്കാം, ലുമിനോസിറ്റി ആൻഡ് ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ചോദിക്കാം, ആൻഡ് ബ്രൈറ്റ്നസ്സും ലുമിനോസിറ്റിയും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ ചോദിക്കാം. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 4 കാര്യങ്ങൾ എങ്ങനെയാണ് പരസ്പരം റിലേറ്റ് ചെയ്തിട്ടുള്ളത് അത് എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെല്ലാർ ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, ബട്ട് അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതും എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് HR ഡയഗ്രം ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും HR ഡയഗ്രം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നുകിൽ 2 മാർക്കിനാവാം അല്ലെങ്കിൽ 5 മാർക്കിനാവാം. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു essay ആയിട്ടും HR ഡയഗ്രം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് HR ഡയഗ്രത്തിന്റെ കൂടെ നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, ഓക്കെ, അതും കൂടി എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, HR ഡയഗ്രം എന്താണ്, HR ഡയഗ്രം അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ X ആക്സിസ് എന്താണ്, Y ആക്സിസിൽ എന്താണ്, അതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് സ്റ്റെല്ലാർ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, HR ഡയഗ്രം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക. HR ഡയഗ്രത്തിനെ പറ്റി എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം കേട്ടോ. അതുപോലെ എന്ത് ചെയ്യുക, HR ഡയഗ്രം പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റെല്ലാർ എവല്യൂഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ നിന്നും എന്ത് ചോദിക്കാറുണ്ട്, essay ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മിക്കവാറും എല്ലാ വർഷവും ഒരു essay ക്വസ്റ്റ്യൻ ഈ ഒരു പോർഷൻ നമുക്ക് ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, എന്നിട്ട് അതിൽ ഏറ്റവും റിപ്പീറ്റഡ് ചോദിച്ച് കണ്ടൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർ ഫോർമേഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാറാണ്. ഓക്കെ, എന്താണ് സ്റ്റാർ, എങ്ങനെയാണ് തുടങ്ങുന്നത്, സ്റ്റാറിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, അതെങ്ങനെ ഇവോൾവ് ചെയ്തിട്ട് ഒന്നുകിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ എന്ത് ചെയ്യും, വൈറ്റ് ഡ്വാർഫ് ആവും അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ആവും. ഓക്കെ, അങ്ങനെയൊക്കെ ആയിട്ട് മാറുന്നത് ഞാൻ ലൈവിൽ ആസ്ട്രോഫിസിക്സിൻ്റെ ലൈവ് എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, സ്റ്റാർ ഫോർമേഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാർസ്, ഇതെന്താണ്, ഒരു essay ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക, നിങ്ങളോട് ചോദിക്കുക, essay ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചോദിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ 2 മാർക്കിനും 5 മാർക്കിനും ആയിട്ട് എന്താണ് നെബുലെ. ഓക്കെ, എന്തായിരുന്നു നെബുലെ, നമ്മൾ സ്റ്റാറൊക്കെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്, നെബുലെ ആണെന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം നെബുല എന്താണെന്ന് ചോദിക്കാം, ആൻഡ് റെഡ് ജൈൻറ്റ് എന്താണെന്ന് ചോദിക്കാം, വൈറ്റ് ഡ്വാർഫ്, ബ്ലാക്ക് ഹോൾസ്, ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുക. ഇതൊക്കെ പ്രീവിയസ് ഇയർ ആണ്, ഇതൊക്കെ PYQവിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഇതൊക്കെ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. റെഡ് ജൈൻസും വൈറ്റ് ഡ്വാർഫും ബ്ലാക്ക് ഹോൾസും ഒക്കെ എന്താണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
ആൻഡ് ഇതിലെ വൈറ്റ് ഡ്വാർഫ് എന്ത് ചോദിച്ചിട്ടുണ്ട്, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താ വൈറ്റ് ഡ്വാർഫ് ചോദിച്ചാൽ അറിയോ, എങ്ങനെയാണ് ഒരു വൈറ്റ് ഡ്വാർഫ് ഫോം ചെയ്യണത് ആൻഡ് ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്. ശരിക്കും എന്ത് തന്നെ ചോദിച്ചാൽ ഒരു സ്റ്റാറിന്റെ സൈക്കിൾ തന്നെയാട്ടോ അവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റാർ ഫോർമേഷൻ ആൻഡ് ലൈഫ് സൈക്കിൾ പഠിക്കാതെ എക്സാമിന് പോകരുത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രീ മെയിൻ സീക്വൻസ്. ആൻഡ് ഇതെന്താണ്, സ്റ്റാർ ഫോർമേഷനിൽ തന്നെ വരുന്ന കാര്യമാണ്. നമ്മൾ അതിൽ പ്രീ മെയിൻ സീക്വൻസ് മെയിൻ സീക്വൻസ് ഒക്കെ പഠിച്ച് പറയുന്നുണ്ട്. അത് എന്തായിരുന്നു പ്രീ മെയിൻ സീക്വൻസ്, നമ്മുടെ പ്രോട്ടോസ്റ്റാർ വരെ എത്തുന്ന ആ റീജിയനെ ആയിരുന്നു നമ്മൾ പ്രീ മെയിൻ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രീ മെയിൻ സീക്വൻസ് എന്താണെന്ന് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ആൻഡ് ഇതിൽ എന്ത് ചോദിക്കാം, പ്രോട്ടോസ്റ്റാർ എന്താണെന്നും കൂടെ ചോദിക്കുക കേട്ടോ. ഇത് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യാം, പ്രോട്ടോസ്റ്റാർസ് എന്താണെന്നും കൂടെ ചോദിക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ടോപ്പിക്കാണ് പ്രോട്ടോസ്റ്റാർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് ടീറ്റോറി സ്റ്റാർസ് ആൻഡ് പോപ്പുലേഷൻ 1 and 2 സ്റ്റാർസ്. ഓക്കെ, ഇതും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നെക്സ്റ്റ് അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരാളാണ് ഗാലക്റ്റിക് സ്റ്റാർ ക്ലസ്റ്റർ എന്താണെന്നുള്ളത്. ഓക്കെ, അതുകൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മളത് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചേക്കുള്ളത് ഒന്ന് സണ്ണിൻ്റെ കാര്യം. ഓക്കെ, സണ്ണിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്താണ്, സണ്ണിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചോദിക്കാൻ പറ്റും ഈ ഒരു സെക്ഷനിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പൾസേറ്റിംഗ് സ്റ്റാർസ്. എങ്ങനെയാണ് സ്റ്റാർസ് പൾസേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ റിപ്പീറ്റഡ് ചോദിച്ചിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് സെഫീഡ് വാരിയബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതും ലൈവിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിനെ നമ്മൾ ആസ്ട്രോണമിക്കൽ കാൻഡിൽസ് എന്ന് പറയാറുണ്ട്. ഒരു കൊല്ലം ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആസ്ട്രോണമിക് കാൻഡിൽസ് എന്നായിരുന്നു ഒരു വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ചന്ദ്രശേഖർ ലിമിറ്റ്. നമ്മൾ വൈറ്റ് ഡ്വാർഫ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖർ ലിമിറ്റ് എന്താണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, PYQല് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന് വേണ്ടി എന്ത് ചെയ്യാം, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതിൽ എന്തുണ്ട്, കുറച്ചുകൂടെ കാര്യങ്ങൾ എഴുതാനുണ്ടാവും അതിൽ. ഓക്കെ, ആൻഡ് സണ്ണിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്തിൽ ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിലും 2 മാർക്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 5 ഗാലക്സീസ്. ഓക്കെ, ഗാലക്സീസ് പൊതുവെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ഓഫ് ഗാലക്സീസ്. ഇതെന്താണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാം, നമുക്ക് 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിലൊരു 6 ടൈപ്പ് ഓഫ് ഗാലക്സീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് എന്ത് ചെയ്യുക, അത് 2 മാർക്കിനാണെങ്കിൽ നേരിട്ട് എഴുതിയാൽ മതിയും, 5 മാർക്കിനാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ എഴുതേണ്ടി വരും. അതിൽ തന്നെ ഉള്ളതാണ് ഹബിൾസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റാർസ്. ഇത് രണ്ടും എന്താണ്, PYQ ആണ്. 2 PYQs ആണ്. ഇത് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നത്. ഇതും എന്താണ്, PYQ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 5 ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ഗാലക്സീൻ്റെ ടൈപ്പ് പഠിക്കുക, എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പഠിക്കുക, ആൻഡ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്താണെന്നും കൂടെ പഠിച്ചു വെക്കുക. ആൻഡ് ഇതിലൊരു ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓരോ വർഷത്തെയും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച എസ്സേസ് വളരെ കുറവായിരിക്കും. അതിലാകെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താ, ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാർസ് എന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ലൈഫ് സൈക്കിൾ ഓഫ് സ്റ്റാർസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ചേഞ്ച് ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് ചേഞ്ച് ചെയ്ത 3 ഡിസ്കവറീസ് എന്തൊക്കെയായിരുന്നു എന്നാ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്ന സമയത്ത് ലോറൻസ് ആൻഡ് കെലേരിയൻ ട്രാൻസ്ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ഡയലേഷനും അതേപോലെ ലെങ്ത് കോൺട്രാക്ഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് മൊഡ്യൂൾ കുറച്ച് വൃത്തിയിൽ നന്നായിട്ട് പഠിച്ചു പോവുക. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാർ സൈക്കിൾ, സ്റ്റെല്ലാർ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ആൻഡ് ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് എക്സാം എഴുതുക കേട്ടോ.